മാന്നാർ ജയന്തി കൊലക്കേസ് പ്രതിക്ക് വധശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഒപ്പം മൃതദേഹത്തോടുള്ള അനാദരവിന് 1 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ചു. ആലിമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ 39 വയസ്സുള്ള ജയന്തി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ഭർത്താവ് കുട്ടികൃഷ്ണന് വധശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴയിൽ 50,000 രൂപ മകൾക്ക് നൽകണമെന്ന വിധിയിൽ പറയുന്നു. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 297 എന്നീ സെക്ഷനുകൾ അനുസരിച്ച് കൊലപാതകം, മൃതദേഹത്തോടുള്ള അനാദരം എന്നീ കുറ്റങ്ങൾ പ്രതിക്കുമേൽ തെളിഞ്ഞതായി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിലയിരുത്തുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രതിയുടെ ഭാഗം കേൾക്കുന്നതിനായി കേസ് ഡിസംബർ 4 മാറ്റിയിരുന്നു. പ്രതിക്ക് മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ആരും തന്നെയില്ലെന്നും പ്രായം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ അഭ്യർത്ഥിച്ചു. എന്നാൽ 1.5 വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ വെച്ച് പ്രതി നടത്തിയത് ക്രൂരമായ കൊലപാതകമാണെന്നും യാതൊരു ദയയും പ്രതിക്ക് നൽകരുതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. പ്രതിഭാഗം കേട്ടതിനെ തുടർന്നാണ് വിധി പറഞ്ഞത്. കൊല ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് ജയന്തി ഫോണിൽ കൂടെ മാതാപിതാക്കളെ ഇവരെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് മാതാപിതാക്കൾ മരണ ദിവസത്തിന് തൊട്ട് മുമ്പത്തെ ദിവസം വീട്ടിൽ വന്ന് ജയന്തിയെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ പോവുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംശയ കാരണം നിമിത്തം കുട്ടികൃഷ്ണൻ മാന്നാറിലുള്ളൊരു സഹകരണ സംഘത്തിൽ നിന്നും ചുരുട വാങ്ങി വീട്ടിൽ വെച്ചിരുന്നു. കൂടാതെ മാന്നാറിലുള്ള ഇരുമ്പ് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കത്തി, ഉളി, ആക്സോ ബ്ലേഡ്, ചുറ്റിക എല്ലാം കരുതിയിരുന്നു. ഈ പറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ജയന്തിയെ കൊല ചെയ്യുന്നത്, മുറിക്കകത്തിട്ടാണ്. അതിനുശേഷം ഈ കൊല ചെയ്യുന്ന സമയത്ത് അവരുടെ മകൾക്ക് 1.25 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. കുട്ടി അവിടെ തന്നെ ഉണ്ട്. ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് മരണപ്പെടുത്തിയ ശേഷം അന്നേ ദിവസവും അടുത്ത ദിവസവും രാവിലെ വരെയും കുട്ടികൃഷ്ണൻ മകളും ഈ ഡെഡ് ബോഡിക്ക് കാവലിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കുട്ടികൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും കേസിൻ്റെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തത്. 2004 ഏപ്രിൽ 2 പകൽ 3 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ഭാര്യയെ സംശയമായിരുന്ന കുട്ടികൃഷ്ണൻ ജയന്തിയെ വീടിനുള്ളിൽ വെച്ച് കറിക്കത്തി, ഉളി, ചുറ്റിക എന്നിവ ഉപയോഗിച്ച് തലയർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെടുമ്പോൾ ജയന്തിക്ക് 39 വയസ്സായിരുന്നു പ്രായം. തുടർന്ന് ഇയാൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ ദീർഘനാളിന് ശേഷം ചെങ്ങന്നൂർ DYSP ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ആദ്യ കേസെന്ന പ്രത്യേകതയും ജയന്തി കൊലക്കേസിനുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ PV സന്തോഷ് കുമാർ ഹാജരായി. ഈ കേസിൽ ആകെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടാണ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. ആകെ 22 സാക്ഷികളെയാണ് കോടതി കേസിൽ വിസ്തരിച്ചത്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.